ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഇതിനെ കുറിച്ചാണ് കേട്ടോ. ഇത് എക്സ്റ്റൻഷൻ ബോർഡാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എക്സ്റ്റൻഷൻ ബോർഡിനെ കുറിച്ചല്ല. എക്സ്റ്റൻഷൻ ബോർഡ് എന്തിനാണെന്ന് അറിയാലോ അല്ലെ? നമ്മുടെ ഇൻപുട്ടിന്റെ കണക്ഷൻ എത്ര ദൂരെയാണെങ്കിലും നമ്മൾ വലിയൊരു ഇതുപോലെ സ്പൈക്ക് എന്നും പറയും, ഇതിന് എക്സ്റ്റൻഷൻ ബോർഡ് എന്നും പറയും കേട്ടോ. അപ്പൊ നമുക്കത് എവിടെ നിന്നുള്ള കണക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തിട്ട് അതുപോലെ ഒരേപോലെ ഒരു ഇതുപോലെ 4 സോക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നാല് സാധനങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ കമ്പ്യൂട്ടർ, അതിന്റെ CPU, പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരൊറ്റ ഇതിൽ കൂടി നമുക്ക് എല്ലാ കണക്ഷനും എടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്നത്തെ എൻ്റെ വീഡിയോ അതല്ല. നമ്മൾ ഈ സോക്കറ്റ് ഇതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പറഞ്ഞത് കേട്ടോ. അതായത് ഇത് എർത്ത്, ഇത് ന്യൂട്രൽ, ഇത് ലൈൻ എന്നാണ് പറയണത്. ഓക്കെ, അതായത് റൈറ്റ് സൈഡിൽ എപ്പോഴും ലൈൻ ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രൽ ആയിരിക്കും. ഈ വലുതായിട്ട് കാണിക്കുന്ന ഇത് എർത്ത് ആയിരിക്കും. അപ്പൊ ഞാൻ എന്ന് പറയണത് എർത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വലുതാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്താണ് എർത്തിന്റെ പോയിന്റ് ഭയങ്കര വലുത്, അങ്ങനെ എന്തുകൊണ്ട് വരണു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാ ചിന്തിക്കൂട്ടോ. ഇതിപ്പോ കോഡാണ്. ഇതിപ്പോ നമ്മൾ കമ്പ്യൂട്ടറോ CPU എന്തൊക്കെ കൊടുത്താലും ഇതിന്റെ ഇതാ വരും. ഓക്കെ, ഇതിലെന്താണ്? ഇത് എർത്ത്, ഇത് ലൈൻ, ഇത് ന്യൂട്രൽ. ഓക്കെ, നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇപ്പൊ എങ്ങനെ എർത്തിന്റെ വലുത് അത് മുകളിലും ബാക്കിയെല്ലാം താഴേക്കായിട്ട് വന്നു. അതായത് ന്യൂട്രലും ലൈനും നമ്മൾ ഇതിന് എർത്ത് എന്നാണ് പറയണത്. ഇതിന് ന്യൂട്രൽ, സോറി, ഇത് ലൈനും ഇത് ന്യൂട്രൽ. അതായത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ റൈറ്റിലായിട്ട് വരുന്നത് ലൈനാണ്, ലെഫ്റ്റ് സൈഡില് ന്യൂട്രൽ ആൻഡ് മുകളിലത്തെ എർത്ത്. അപ്പൊ ഇതിലും എർത്ത് വലുതായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇതിൽ കൊടുത്തു വെച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അതിനെ കുറിച്ച് ഇത്തിരി പറയണു കേട്ടോ. എന്താണെന്ന് വെച്ചാല് ഇത് നമ്മള് ഇതിൽ ഓൾറെഡി വോൾട്ടേജ് ഉണ്ട്. ഇതിൽ വോൾട്ടേജ്, അതായത് ന്യൂട്രൽ ലൈനിലാണ് വോൾട്ടേജ്, ന്യൂട്രലിൽ ഇല്ല. പിന്നെ ഇത് എർത്ത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണക്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ ഓൾറെഡി ലൈറ്റ് ഇതൊക്കെ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഇതിലത്തെ ഇവിടെ ഇപ്പൊ സ്വിച്ച് ഇല്ല, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ആയിട്ടിരിക്കും. അല്ല, ഇപ്പൊ നമ്മൾ വീടുകളിലാണെങ്കിലും ഷോപ്പായാലും ഇൻഡസ്ട്രിയിലായാലും നമ്മുടെ ആ ഇൻപുട്ടിന്റെ ഇത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കും അറിയാണ്ട്. നമുക്കറിയില്ല, അത് നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് ഇട്ടിട്ട് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ അതില് ഓൾറെഡി വോൾട്ടേജ് അവിടെ നടക്കുന്നുണ്ടാവും. അപ്പൊ ഇത് മൂന്നും ഒരേ സെയിം ആയി ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇത് ഓൾറെഡി ബോഡിക്കാണ് കണക്റ്റഡ്. നമ്മൾ എവിടെ കണക്ട് ചെയ്താൽ എർത്ത് മീൻസ് നമ്മുടെ ഇപ്പൊ എല്ലാത്തിലും ഈ എർത്ത് കണക്ഷൻ ബോഡി ആയിട്ടാണ് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ എന്ത് പറ്റും? നമ്മൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇതിൽ പോയി, അതായത് നമുക്കിപ്പോ ഇലക്ട്രിക്കലിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇലക്ട്രിക്കൽ ഇപ്പോ നമ്മൾ നോർമൽ ഒരു വീട്ടിലത്തെ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് പഠിച്ചവർക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട്. പക്ഷെ നോർമൽ വീട്ടിൽ ഇത് ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അവർ ഓൺ ചെയ്ത് വെക്കും, എന്തെങ്കിലും കണക്ട് ചെയ്യാൻ വരുമ്പോൾ അത് അങ്ങോട്ട് കണക്ട് ചെയ്ത് വെക്കും. നോക്കില്ല, എർത്ത്, ന്യൂട്രൽ, ലൈൻ ഇതൊന്നും ഐഡിയ ഇല്ലല്ലോ. അപ്പൊ അവർ കണക്ട് ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ എർത്ത് എന്ന് പറഞ്ഞാൽ ബോഡിക്ക് കണക്റ്റഡ് ആ. അവിടെ പോയിട്ട് വോൾട്ടേജ് കയറാൻ തന്നെ പാടില്ല. വോൾട്ടേജ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സർക്യൂട്ടിനും അത് എന്താണ് ഡിവൈസ് ഉപയോഗിക്കുന്നത് അതിനത് കേടുവരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം കണക്ട് ചെയ്യണം. കാര്യം ഇതിന് ലെങ്ത്തും കൂടുതലാണ്, വിഡ്ത്തും കൂടുതലാണ് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം അത് ഇതിലേ പോവുക, മറ്റേത് രണ്ടും പിന്നെയാണ് കയറണേ. എല്ലാം ഒരുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൽ കിട്ടുന്ന വോൾട്ടേജ് അത് എർത്തിലേക്ക് കയറും. എർത്തിലത്തെ ഇതിന് നമ്മുടെ ഡിവൈസിന് കേടുവരും. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പോയിന്റ് ഇത്തിരി കൂടുതൽ, അതായത് ലെങ്ത്തും. കാരണം നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആദ്യം കയറുക എർത്തിന്റെ കണക്ഷനാണ് കയറുക. അതുകൊണ്ടാണ് ഇതിന് ഇത്തിരി ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കൂടുതലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്താൽ ആ ലൈൻ ഇപ്പൊ ലൈൻ ന്യൂട്രൽ വ്യത്യാസം വന്നാൽ അത്ര വലിയ പ്രശ്നം വരില്ല. കാര്യം ഇതിന് പൊളാരിറ്റി ഇല്ലാത്ത കാരണം. പക്ഷെ എക്സാക്ട്ലി നമുക്ക് ന്യൂട്രൽ ലൈൻ പ്രോപ്പർ അത് തന്നെയാണ് വോൾട്ടേജ് വേണ്ടത്. പക്ഷെ ലൈനിലെ വോൾട്ടേജ് ഒരിക്കലും എർത്തിലേക്ക് കയറാൻ പാടില്ല. അതുകൊണ്ടാണ് ആ എർത്തിലെ വോൾട്ടേജ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഡിന് മാത്രം, അതായത് ഈ പോയിന്റിന് മാത്രം
ഇത്ര വലിയതായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ ഗേസ്, ഇതിന്റെ സൗണ്ട് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കാര്യം എനിക്ക് ഇന്നലെ ഞാൻ വോയിസ് ഇതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാര്യം തൊണ്ടവേദന ഇന്ന് ഇത്തിരി കുറഞ്ഞത് കാരണം ഞാൻ വീഡിയോ ഇടുകയാണ്. പക്ഷെ എന്റെ സൗണ്ടിന് ഇപ്പോഴും മാറ്റമുണ്ട്, ഒരു വയ്യായിക. അപ്പൊ ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഇതിന്റെ എർത്തിന്റെ കാര്യം പറഞ്ഞത് സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതാണ് കേട്ടോ. അതായത് നമ്മൾ വോൾട്ടേജ്, ലൈനിലെ വോൾട്ടേജ് എർത്തിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യില്ല, ഇപ്പൊ മോട്ടറൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, അത് അപ്പൊ തന്നെ അടിച്ചു പോകും. അതായത് എർത്തിൽ പോയിട്ട് വോൾട്ടേജ് കയറി കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ അടിച്ചു പോകും. അതുപോലെ നമ്മൾ എത്ര കൂടുതൽ ഇതിന് ഇത് ചെയ്യില്ലേ, അതായത് ഇതിന് കൂടുതൽ വിട്ട് ഇതൊക്കെ വരുമ്പോ അതിന്റെ റെസിസ്റ്റൻസിറ്റി ഭയങ്കര കുറവായി വരിക. അപ്പൊ അതൊക്കെ കൂടുതൽ ഇത് സേഫ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈനിലെ വോൾട്ടേജ് ഇതൊന്നും ഇതിലേക്ക് കയറാണ്ടിരിക്കാനും, ആദ്യത്തെ പോയിന്റ് എർത്തിലേക്ക് ആദ്യം കണക്ഷൻ വരണം എന്ന് വിചാരിച്ചിട്ട്, അതായത് കണക്ഷൻ തെറ്റിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എല്ലാത്തിലും ഉണ്ടാക്കണതാണ് കേട്ടോ ഇതിങ്ങനെ. നമ്മൾ ഏത് ഇതിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാവും അതിന്റെ എർത്തിന്റെ പോയിന്റ് എപ്പോഴും വലുതായിരിക്കും. ഓക്കെ, അത് ഏത് 15 ആംപിയറിന്റെ എടുത്താലും 5 ആംപിയറിന്റെ എടുത്താലും എന്തിന്റെ എടുത്താലും എർത്തിന്റെ പോയിന്റ് വളരെ വലുതായിരിക്കും ഈ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എർത്തിന്റെ കണക്ഷൻ കൊടുക്കുക, അത് കഴിഞ്ഞിട്ടേ വേറെ എന്തെങ്കിലും കൊടുക്കാവൂ. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ്. അതായത് വോൾട്ടേജ് തെറ്റായിട്ട് പോലും നമ്മുടെ ബോഡിയിലേക്ക്, അതായത് നമ്മുടെ ബോഡിയല്ല കേട്ടോ, ഡിവൈസ് എന്താണ് ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യണം അതിന്റെ ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവര് തെറ്റ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എർത്തിലേക്ക് വോൾട്ടേജ് കടന്നു കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എർത്തിന്റെ പോയിന്റ് സെപ്പറേറ്റ് വലുതാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആദ്യം എർത്ത് പോയിന്റ് കയറും, പിന്നെയാണ് ഇത് രണ്ടും കയറണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിവൈസസ്